ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയായ എഗ് ബോണ്ട ഉണ്ടാക്കാം. ഇതിന് മുട്ട ബജ്ജി എന്നും പറയാം കേട്ടോ. പക്ഷേ ഈ ടേസ്റ്റിൽ നിങ്ങൾ മുട്ട ബജ്ജി ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ്, ഞാൻ ദിശ. നിങ്ങളെല്ലാവർക്കും പപ്പ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ മുട്ട ബോണ്ട ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു 5 പുഴുങ്ങിയ ബോയിൽഡ് ആയിട്ടുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയൊക്കെ നമുക്കൊന്ന് മുക്കി വറക്കാൻ വേണ്ടി ഒരു ബാറ്റർ വേണം. അപ്പോൾ ആദ്യം അത് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി 1 കപ്പ് കടലമാവ് എടുക്കുക. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്താൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് നമുക്ക് ഒട്ടും കട്ടയില്ലാത്ത ബാറ്ററാക്കി റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതുപോലത്തെ ഒരു വിസ്ക് കൊണ്ട് ഇത് മിക്സ് ചെയ്താണ്ടല്ലോ ഒട്ടും കട്ടകളില്ലാണ്ട് നമ്മൾ ബാറ്റർ റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ കടലമാവിൻ്റെ ചെറിയ ലംസ്, ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ബാക്കി വരും, ഇങ്ങനെ ഉടയാണ്ട് കിടക്കും. പക്ഷേ വിസ്ക് കൊണ്ട് ഉണ്ടല്ലോ ആ പ്രശ്നം വരുന്നില്ല. വിസ്ക് കൊണ്ട് നമ്മൾ മിക്സ് ചെയ്താണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. പിന്നെ നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം, ഇങ്ങനെ വിട്ട് വീഴണം. അതേ നോക്കിയാൽ ഇതുപോലെ. ബാറ്റർ റെഡി ആയതിനു ശേഷം നമുക്ക് അതിന് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളുടെ മുട്ട ബാറ്ററിൽ മുക്കി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈ കൊണ്ടായാലും മുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ മുട്ടയും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് എല്ലാ സൈഡിലും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ കോട്ടിങ് മാത്രമല്ല നമുക്ക് വേവാനുള്ളൂ, മുട്ട വെന്തിട്ടുള്ളതാണല്ലോ. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളുടെ എഗ് ബോണ്ട ഇവിടെ ഓൾമോസ്റ്റ് റെഡി. പോവല്ലേ കേട്ടോ, ഇനിയുണ്ട് പരിപാടി, കഴിഞ്ഞിട്ടില്ല. ഈ ബോണ്ട ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയോ, ഇതിൻ്റെ കവറിങ് ഊരിപ്പോരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ മുട്ടേനൊന്ന് പകുതിയാക്കാം. എല്ലാ മുട്ടേനൊന്ന് ഹാഫാക്കി മുറിച്ച് വയ്ക്കാം. ഇനി കാണിക്കാൻ പോകുന്ന സ്റ്റെപ്സിന് നമ്മളെ മുട്ട ബജ്ജിക്ക് ടേസ്റ്റ് കൂട്ടാൻ അത്യാവശ്യമായിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓളാക്കി വയ്ക്കുക. ഇനി ഈ മുട്ട ബജ്ജിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്നിങ്ങനെ വെതറി കൊടുക്കാം കേട്ടോ. പേടിക്കണ്ട, മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. ഇതിന് മുകളിൽ കൂടെ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാൻ പോണതിന് ചാറ്റ് മസാല. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ചാറ്റ് മസാല മുകളിൽ കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എനിക്കറിയാം മിക്കവർക്കും ഇത് ഇഷ്ടമല്ല മല്ലിയില, എന്നാലും പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരും ഈ മല്ലിയില. പിന്നെ കാണാനും നല്ല ഭംഗി. ഇതിന് മുകളിൽ കുറച്ച് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ലൈറ്റായിട്ട് മതി. ഇനി പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്ലേറ്റിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ എഗ് ബോണ്ട അല്ലെങ്കിൽ മുട്ട ബജ്ജി ഇവിടെ റെഡി. അപ്പോൾ ഈ റെസിപ്പിയും വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.